ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഹയഗ്രീവ എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ആനിമേഷനിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചില ദൈവങ്ങൾക്ക് മൃഗങ്ങളുടെ തലയാണല്ലോ ഉള്ളത്. ഉദാഹരണത്തിന് നരസിംഹാവതാരത്തിന് സിംഹത്തിന്റെ തലയാണ്, അതുപോലെ ഗണപതിക്ക് ആനയുടെ തലയാണ്. ഇതൊക്കെയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. അവിടെ ഒരു സ്റ്റോറി പോലെ ചിലതൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അതിന് കഥയുമായി വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ആ സ്റ്റോറി നമുക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നാട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമ കാണാണ്. ഒരു തിയേറ്റർ പോലെയല്ല, അതായത് നാട്ടിൽ തന്നെ ഒരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് സിനിമ കാണില്ലേ, അതുപോലൊരു സ്ഥലത്താണ് അവർ സിനിമ കാണുന്നത്. ഒരു ഭക്തി സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഒരു ചെറിയ പയ്യനും വളരെ താല്പര്യത്തോടെ സിനിമ കാണാൻ വരുന്നുണ്ട്. എന്താ സിനിമ എന്ന് വെച്ചാൽ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നൊരു ചെറിയ പയ്യൻ പറയുമ്പോൾ ഇവിടെയുണ്ടോ അവിടെയുണ്ടോ എന്ന് ചോദിച്ച് ഓരോ സ്ഥലവും ഇടിച്ചു തകർക്കുമ്പോൾ നരസിംഹാവതാരത്തിൽ ദൈവം വരുന്ന ആ സിനിമയാണ് ഓടുന്നത്. അത് ആ പയ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേസ് ആണ് കാണിക്കുന്നത്. അവിടെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. അപ്പോൾ അവിടെയുള്ള മറ്റു തടവുകാർ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ശരി, ഇവരെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി അവരെല്ലാവരുടെയും സെല്ലുകൾ ഓപ്പൺ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാവരും രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ കില്ലർ ഒരുപാട് ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ഓരോരുത്തരായി ആ ട്രാപ്പിൽപ്പെട്ട് അതിക്രൂരമായി മരിക്കുകയാണ്. ആദ്യം ഒരാൾ മരിക്കുന്നു, പിന്നാലെ രണ്ടാമത്തെ ആളും മരിക്കുന്നു. ഇതോടെ ബാക്കിയുള്ളവർക്ക് പേടിയാവുന്നുണ്ട്. ഇനി എത്ര ട്രാപ്പുകൾ ഉണ്ടെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മിണ്ടാതെ സെല്ലിനുള്ളിൽ തന്നെ പോയിരിക്കാം എന്നവർ തീരുമാനിക്കുന്നു. രക്ഷപ്പെടാമെന്ന് കരുതിയവർ ആ ഐഡിയ ഉപേക്ഷിച്ച് തിരികെ സെല്ലിൽ പോയി ലോക്കാവുന്നു. ആരാണ് ഇവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് സിനിമയിൽ വ്യക്തമായി റിവീൽ ചെയ്യുന്നില്ല. ഇനി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഞാൻ ആരുടെ മോനാണെന്ന് അറിയാമോ, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ അവൻ വളരെ അഹങ്കാരത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഏരിയയിലെ ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നത്. ഈ സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ് നമ്മുടെ സിനിമയിലെ ഹീറോ. പേര് അർജുൻ. പോലീസുകാർ അർജുനോട് കാര്യങ്ങൾ പറയുന്നു. അർജുനോടും ഇവൻ വളരെ ധിക്കാരത്തോട് സംസാരിക്കുമ്പോൾ അർജുൻ ഒരു കീബോർഡ് എടുത്ത് അവന്റെ തലക്കിട്ട് തന്നെ അടിക്കുന്നു. നീ ആരായാലും എനിക്കെന്താ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് അർജുന്റെ അച്ഛനെയാണ്. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൾക്ക് ഇന്ന് കല്യാണമാണ്. എൻ്റെ മോൾക്ക് കല്യാണം ഫിക്സ് ആയതിൽ പിന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ എൻ്റെ വലിയൊരു ഭാരം കുറയും എന്ന് ആ ഫ്രണ്ട് പറയുന്നുണ്ട്. വിഷമിക്കാതിരിക്കെ, എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് അർജുന്റെ അച്ഛൻ പുള്ളിയോട് പറയുന്നു. ഇന്ന് കല്യാണം നടക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ അമ്മാവനാണ് അവിടെ എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ലൈറ്റ് വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞ പുള്ളി ഏണിയിട്ട് അതിൽ കയറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളിയുടെ മുണ്ട് അഴിഞ്ഞ് താഴെ വീഴുന്നത്. ഇത് കണ്ട് ഒരു ആന്റി ബോധം കെട്ട് വീഴുന്നു. ചേട്ടാ മുണ്ട് അഴിഞ്ഞു പോയി എന്ന് അസിസ്റ്റന്റ് വിളിച്ചു പറയുമ്പോൾ ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞ് പുള്ളി ദേഷ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്താൽ പിന്നെ പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. ആ കുട്ടിയുടെ പേര് ഐശ്വര്യ. അവളൊരു ഡോക്ടറാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പെട്ടെന്ന് അവൾക്കൊരു വോയിസ് നോട്ട് അയക്കുന്നു. എനിക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ അവളുടെ കൂടെ പോവാണ്, എന്നോട് ക്ഷമിക്കണം. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വീട്ടുകാരറിയുന്നതിന് മുമ്പ് അവനെ തിരികെ കൊണ്ടുവരാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഞാൻ പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെ പറയാണ്. അവസാനം അച്ഛനമ്മമാർ വരുമ്പോൾ അവരോടും ഈ കാര്യം പറയുന്നു. ഇത് കേട്ട് അച്ഛനാകെ തകർന്നു പോവാണ്. കല്യാണം മുടങ്ങിയാൽ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നോർത്ത് പുള്ളി ഭയങ്കര വിഷമത്തിലാണ്. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ഒരു ചെക്ക് പോസ്റ്റാണ് കാണിക്കുന്നത്. അവിടെ ഒരു ലോറി നിർത്താതെ പോലീസുകാരെയും ഇടിച്ച് തെറിപ്പിച്ച് പോവുകയാണ്. ഈ ഇൻഫർമേഷൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നു. അവിടെയാണ് നമ്മുടെ ഹീറോ അർജുൻ ഉള്ളത്. പോലീസുകാർ അർജുനോട് കാര്യം പറയുന്നു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതേസമയം ഐശ്വര്യയുടെ വീട്ടിൽ ഇനി എന്ത് ചെയ്യും എന്ന് അച്ഛൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ പയ്യനെ തിരികെ കൊണ്ടുവരാനും പറ്റുന്നില്ല. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവളുടെ അമ്മാവൻ വരുന്നു. എല്ലാവരും എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പുള്ളി ചോദിക്കുകയാണ്. ഇനി ഈ കല്യാണം നടക്കില്ലടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ആ കുട്ടിയുടെ അച്ഛൻ കാര്യം മനസ്സിലാക്കിക്കുന്നു. ഇനി നമ്മുടെ ഹീറോ ആ ലോറി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വരികയാണ്. അവിടെ ഒരുപാട് ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിലേതാണ് അവസാനം വന്ന ലോറി എന്ന് കണ്ടുപിടിക്കാൻ ഹീറോ ഓരോ ലോറിയും തൊട്ടു നോക്കി അതിന്റെ ചൂട് വെച്ച് ഏതാണ് ആ ലോറി എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്കും കുറെ ഗുണ്ടകൾ വന്ന് ഹീറോയെ വളയാണ്. കാരണം ആ ലോറിയിൽ കുറെ ഇല്ലീഗൽ സാധനങ്ങളുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ ഗുണ്ടകൾ വന്നിരിക്കുന്നത്. ഹീറോ ഒറ്റയ്ക്ക് അവരുമായി ഫൈറ്റ് ചെയ്യുന്നു. അവന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും ഹീറോ അവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് ഈ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ കോൾ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, നീ ഉടനെ ഇവിടേക്ക് വരണം എന്ന് അച്ഛൻ പറയുന്നു. ശരി അച്ഛ എന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് പുറപ്പെടുന്നു. പെൺകുട്ടിയുടെ അമ്മാവൻ ഇനി കല്യാണം നടക്കില്ല എന്ന് കരുതി സാധനങ്ങളെല്ലാം തിരികെ അയക്കുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യയുടെ അച്ഛൻ, എന്താണ് നീ കാണിക്കുന്നത്, കല്യാണം നടക്കും, നീ അതിനുള്ള പണികൾ നോക്ക് എന്ന് പറയാണ്. ചെക്കൻ ഓടിപ്പോയില്ലേ, പിന്നെ എങ്ങനെ കല്യാണം നടക്കും എന്ന അമ്മാവൻ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അസിസ്റ്റന്റ് ഒന്ന് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ, നിങ്ങളല്ലേ മുറച്ചെറുക്കൻ, നിങ്ങളെ കൊണ്ട് കെട്ടിക്കാനായിരിക്കും അവർ തീരുമാനിച്ചത്. അങ്ങനെയാണോ, എന്നെയാണോ അവളെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് പുള്ളി ഭയങ്കര സന്തോഷത്തിലാവുന്നു.
എന്നാൽ വീട്ടുകാർ ഹീറോയെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹീറോ വന്ന ഉടനെ അച്ഛൻ പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും ചോദിക്കാതെ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. അച്ഛൻ പറഞ്ഞാൽ അവൻ എതിർക്കില്ല. ശരി അച്ഛാ, എനിക്ക് സമ്മതമാണ്. ആ കുട്ടിക്ക് ഓക്കെ ആണോ എന്നവൻ ചോദിക്കുന്നു. എന്റെ മോൾക്ക് ഓക്കെയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നു. എന്നാൽ പെൺകുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുപോലെയാണ് അവരുടെ മുഖഭാവം. വലിയ ആവേശമൊന്നും ഇല്ലാതെയാണ് അവർ കല്യാണത്തിന് റെഡിയാവുന്നത്. കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് അവരും വരുന്നുണ്ട്. അപ്പോഴാണ് ആ അമ്മാവന് കാര്യം മനസ്സിലാവുന്നത്. ഓഹോ, നമ്മളെ അല്ലല്ലേ വരനായി തീരുമാനിച്ചത്, വേറൊരുത്തനെയാണ് എന്ന് മനസ്സിലാക്കി പുള്ളി കലിപ്പാവുന്നു. താലി കെട്ടുന്ന സമയത്ത് ഐശ്വര്യ ഹീറോയെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. അവർക്ക് ഹീറോയെ നേരത്തെ അറിയാം. എന്നാൽ ഈ സ്ഥലത്ത് വെച്ച് അവർ തമ്മിലുള്ള കല്യാണം കഴിയുന്നു. ഇപ്പോൾ ഹീറോ അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ എന്തോ പരിചയമുണ്ട്, പക്ഷെ അതെന്താണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. ഹീറോ വൈഫിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഫുഡ് ഓർഡർ ചെയ്തതായി അവൻ അറിയുന്നു. എന്തിനാ ഓർഡർ ചെയ്തത്? ഞാൻ ഉണ്ടാക്കിയല്ലോ എന്നോ പറയാണ്. ഇല്ല, കുഴപ്പമില്ല, ഞാനിത് തന്നെ കഴിച്ചോളാം എന്നവൾ പറയുന്നു. കുറച്ച് ദേഷ്യത്തിലാണ് അവൾ അവനോട് സംസാരിക്കുന്നത്. എന്തിനാണ് എന്ന് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല. രാത്രി കിടക്കാൻ നേരത്തെ ഹീറോ ബെഡിൽ വന്ന് കിടക്കാണ്. നടുക്ക് ഒരു തുണി ഇട്ടിട്ട് നമുക്ക് കിടക്കാം എന്നവൻ പറയുന്നു. എന്നാൽ അവൾ, ഇല്ല, എനിക്കത് ശരിയാവില്ല. നീ ഉറക്കത്തിൽ തിരിഞ്ഞ് എന്റെ ദേഹത്ത് തട്ടിയാലോ? നീ വേറെ എവിടെയെങ്കിലും കിടക്ക്, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും കിടക്കാം എന്ന് പറയുന്നു. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ വേസ്റ്റ് എടുക്കാൻ ആളുകൾ വരുമ്പോൾ അവിടെ ഒരു ബോഡി കിടക്കുന്നത് കാണുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ പന്നിയുടെ തല തുന്നിച്ചേർത്ത നിലയിലാണ് ആ ബോഡി ഉള്ളത്. എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് കണ്ട് ആളുകൾ ഞെട്ടിപ്പോവാണ്. പോലീസിനും മീഡിയയ്ക്കും വിവരം ലഭിക്കുന്നു. ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം നടന്നതിനെ കുറിച്ച് മീഡിയക്കാർ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. ഹീറോയും ആ സ്പോട്ടിലേക്ക് വരികയാണ്. അവൻ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവൻ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ, ID കാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അവൻ പറയുന്നു. എന്നാൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ കൊലപാതകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അതിന് കഴിയാത്തത് കൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ അവൻ പറയുന്നു. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിസ്സിംഗ് കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടല്ലോ. ആ അടയാളങ്ങളുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി പാരന്റ്സിനെ കൊണ്ട് ബോഡി കാണിക്കുന്നു. എന്നാൽ എല്ലാവരും ഇത് ഞങ്ങളുടെ മകനല്ല എന്ന് പറയുന്നു. അങ്ങനെ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നുണ്ട്, സാധാരണ ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യില്ല. മൃഗീയമായ മനസ്സുള്ളവർ മാത്രമേ ഇങ്ങനൊരു കാര്യം ചെയ്യൂ. കാരണം അത്രയ്ക്ക് കൃത്യമായിട്ടാണ് തല തുന്നി ചേർത്തിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് വെച്ച് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ക്രിമിനലുകളെ ലിസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു. എന്നാൽ അവരാരും അല്ല ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? വിക്ടിം ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് ഹീറോ ചിന്തിക്കുന്നു. ഇപ്പോൾ ഹീറോയുടെ മുകളിലുള്ള സീനിയർ ലേഡി ഓഫീസറെ മന്ത്രി വിളിച്ച് സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കേസ് അന്വേഷിച്ച് തീർക്കണം എന്ന് മന്ത്രി പ്രഷർ കൊടുക്കുകയാണ്. സീനിയർ ലേഡി ഹീറോയോട് പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് മന്ത്രിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കേസ് തീർക്കണം അർജുൻ. ഹീറോയും അത് സമ്മതിക്കുന്നു. അപ്പോഴാണ് ഒരു പാർക്കിനടുത്ത് വേറൊരു ബോഡി കിട്ടി എന്ന ഇൻഫർമേഷൻ വരുന്നത്. പോലീസുകാർ വേഗം ആ സ്പോട്ടിലേക്ക് പോകുന്നു. പാർക്കിലൂടെ വന്ന ഒരാളാണ് സിംഹത്തിന്റെ തല വെച്ച രീതിയിലുള്ള ആ ബോഡി ആദ്യം കണ്ടത്. സീനിയർ ലേഡിയും അവിടേക്ക് വരികയാണ്. രണ്ടാമത്തെ കൊലപാതകവും ആദ്യത്തേതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അടുത്തടുത്ത് 2 കൊലപാതകങ്ങൾ നടന്നതോടെ മീഡിയയുടെ പ്രഷർ കൂടുന്നു. പോലീസ് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞ് മീഡിയക്കാർ വലിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങുന്നു. ഹീറോ ഇവരുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഡോക്ടർ പറയുന്നുണ്ട്, ആദ്യത്തെ കൊലപാതകം നടന്നതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ തിരയുന്നത് ഒരു സാധാരണക്കാരനെ അല്ല, വളരെ വലിയൊരു സീരിയൽ കില്ലറെയാണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ശരി എന്ന് പറഞ്ഞ് ഹീറോ തിരിഞ്ഞു നടക്കുമ്പോൾ ആ ഡോക്ടർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഹീറോയെ നോക്കുന്നുണ്ട്. അതായത് പുള്ളിയാണ് തെറ്റ് ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടം. ഈ കൊലപാതകങ്ങൾക്കെല്ലാം ദൈവങ്ങളുടെ കഥകളുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് തന്റെ അസിസ്റ്റന്റുമായി സംസാരിച്ച് അവൻ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി അവൻ ഇതിനെപ്പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യാണ്. കുറച്ചു നേരം സെർച്ച് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുന്നു. ഇനി എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് എന്ന് അവൻ ചിന്തിക്കുകയാണ്. വളരെ ടയർഡ് ആയതുകൊണ്ട് അവൻ റെസ്റ്റ് എടുക്കുകയാണ്. വൈഫും അവനും സംസാരിക്കാറില്ലല്ലോ. വൈഫ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി എന്നവർ പറയുന്നു. എന്നിട്ടും എന്താ ഇതുവരെ വീട്ടിൽ വരാത്തത് എന്നോർത്ത് അവൻ ടെൻഷൻ ആവുന്നു. ചിലപ്പോൾ അവളുടെ സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടാവുമെന്ന് കരുതി അവിടെ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും അവൾ അവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അവൻ വല്ലാതെ ഭയപ്പെടുകയാണ്. അവൻ തന്റെ ടീമിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. കാരണം അടുത്തടുത്തായി ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ വൈഫിന്റെ ബോഡി ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത് എന്ന പേടി അവനുണ്ട്. അതുകൊണ്ടാണ് ആളുകളോട് അന്വേഷിക്കാൻ പറയുന്നത്. അവന്റെ ടെൻഷൻ കണ്ട അസിസ്റ്റന്റ് പറയുന്നുണ്ട്, പേടിക്കണ്ട സർ, സാറ് വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അവൻ എല്ലായിടത്തും വൈഫിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോഴാണ് അടുത്ത ബോഡി കിട്ടിയെന്ന് ഇൻഫർമേഷൻ വരുന്നത്. അതൊരു ലേഡിയുടെ ബോഡിയാണെന്ന് കേൾക്കുമ്പോൾ അത് തന്റെ വൈഫിന്റെ ആയിരിക്കോ എന്ന് അവൻ ഭയപ്പെടുന്നു. അത് രാവിലെ അവൻ ആ സ്പോട്ടിലെത്താണ്. അവനും ആ ബോഡി പോയി നോക്കുകയാണ്. വൈഫിന്റെ ചില അടയാളങ്ങളൊക്കെ അവൻ അറിയാമല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തന്റെ വൈഫ് അല്ല എന്ന് അവന് മനസ്സിലാവുന്നു. അതറിഞ്ഞപ്പോഴാണ് അവന് ശരിക്കും സമാധാനമായത്. അവൻ തിരികെ വീട്ടിലെത്തുമ്പോൾ വൈഫിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഓ, അവള് വന്നല്ലോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. സത്യത്തിൽ വൈഫിന് ഒരു ആക്സിഡന്റ് പറ്റി അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി എന്ന് അവൻ അവളോട് പറയുന്നു.
എനിക്ക് വേണ്ടി ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൾ ദേഷ്യത്തിൽ പറയുന്നു. എന്നാൽ അവൻ അവൾക്ക് വേണ്ടി ഫുഡ് റെഡിയാക്കി കൊടുക്കുകയും മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ആദ്യം അവൾ കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും അവൻ അവൾ ഇത്രയധികം കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് മാറ്റം വരുന്നുണ്ട്. നീ കിടന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ താഴെ പായ വിരിച്ച് കിടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവൾക്കുള്ള ദേഷ്യം പതുക്കെ മാറുകയാണ്. ഇവിടെ വെച്ചാണ് ഇവർക്കിടയിൽ മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഐശ്വര്യ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അവളുടെ റൂംമേറ്റ്സ് എല്ലാവരും കൂടി കോളേജിലെ പയ്യന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിലൊരുവൾ അർജുൻ എന്നൊരാളെ കുറിച്ച് സംസാരിക്കുന്നു. അവൻ ഭയങ്കര ഹാൻഡ്സം ആണ്, എനിക്ക് അവനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് അവൾ പറയുന്നു. അവനെന്താ ഇത്ര വലിയ ബിൽഡപ്പ്, അവൻ ആരാണെന്ന് കാണിക്കുക എന്ന് ഐശ്വര്യ പറയാണ്. അങ്ങനെ എല്ലാവരും അവനെ കാണാൻ വേണ്ടി പോവാണ്. കോളേജിൽ സ്പോർട്സ് എന്തോ നടക്കുന്നുണ്ട്. അവിടെ ഒരാൾ അന്യായമായി ഹീറോയുടെ ഫ്രണ്ടിനെ തല്ലുന്നുണ്ട്. അവനെ രക്ഷിക്കാൻ ഹീറോ അവിടേക്ക് വരികയാണ്. ഹീറോ ആ ഗ്യാങ്ങുമായി അടിപിടി ഉണ്ടാക്കുന്നു. ആ അർജുൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാണ്. ഹീറോ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ബാക്കി പെൺകുട്ടികളെ പോലെ ഐശ്വര്യയും ഇംപ്രസ് ആവുന്നു. എനിക്ക് അവനോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് അവൾ ഫ്രണ്ട്സിനോട് പറയുന്നു. അപ്പോൾ വേറൊരുവൾ ഇല്ല, എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് കാര്യമില്ല, അവൻ ആരെ സ്നേഹിക്കുന്നു എന്നതാണ് പ്രധാനം. ഞാൻ അവനെ കൊണ്ട് എന്നെ പിന്നാലെ നടപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ ഫ്രണ്ട്സുമായി ചലഞ്ച് ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ അവൾ പോയി സംസാരിക്കുകയാണ്. കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് താല്പര്യമില്ല എന്നവൻ പറയാണ്. ഓവറായി സീനഡല്ലേ, എനിക്ക് എന്താ ഒരു കുറവ് എന്നൊക്കെ ചോദിച്ച് അവൾ വീണ്ടും ശല്യം ചെയ്യാണ്. ഇങ്ങനെ വെറുപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേഷ്യം വന്ന ഹീറോ അവളെ ഒരൊറ്റ അടി വെച്ചു കൊടുക്കുന്നുണ്ട്. അവൾ കുറച്ച് കളിയാക്കുന്ന രീതിയിലും സംസാരിച്ചിരുന്നു. ആ ദേഷ്യത്തിലാണ് അവൻ അവളെ തല്ലിയത്. ഇവനെന്നെ തല്ലിയിട്ട് പോയല്ലോ എന്നോർത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യവും അപമാനവും തോന്നുന്നു. ചലഞ്ചിൽ തോറ്റതുകൊണ്ട് അവൾക്ക് അത് വലിയ നാണക്കേടായിപ്പോയി. അതുകൊണ്ടാണ് അവനെ കല്യാണം കഴിക്കേണ്ടി വന്നപ്പോൾ അവൾ ആദ്യം അടിച്ചു തന്നത്. ഈ ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. കാരണം അവൻ അവളെ നന്നായി നോക്കുന്നുണ്ട്. മുൻപൊക്കെ അവൾ അവന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയെന്നത് ഒരു പാട്ടിലൂടെ നമ്മളെ കാണിക്കുന്നു. മറുവശത്ത് നമ്മുടെ ഹീറോ അർജുൻ വലിയ പ്രഷറിലാണ്. കാരണം ഇതുവരെ 3 ബോഡികളാണ് കിട്ടിയത്. 3 പേരുടെയും ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികളെ കാണാതായ വിവരം പോലും അവരുടെ പാരന്റ്സിന് അറിയില്ലേ, അതോ ഇവർ അനാഥരാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണം എന്നവൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ സൗണ്ട് അവർ കേൾക്കുന്നത്. അടുത്ത ബോഡി ചിലപ്പോൾ ആ ഗണപതി രൂപത്തിലായിരിക്കില്ലേ കിട്ടാൻ പോകുന്നത് എന്നവൻ പറയുന്നു. അതുകൊണ്ട് പോലീസുകാർ എല്ലായിടത്തും വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യുന്നുണ്ട്. ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബോഡി കിട്ടാണ്. ഹീറോ വന്ന് ആ ബോഡി നോക്കുന്നുണ്ട്. നല്ല തടിയുള്ള ഒരു വ്യക്തിയാണ്. ഒപ്പം ആനയുടെ തലയാണ് വച്ചിരിക്കുന്നത്. ഇവൻ മരിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി ഹീറോ ആ ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. എന്തിനാ സാർ ഇങ്ങനെ വെറുതെ ഡ്രാമ കളിക്കുന്നത് എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നമുക്കല്ലേ അവൻ മരിച്ചു എന്നറിയാവൂ, കില്ലറിന് അറിയില്ലല്ലോ. എന്നിട്ട് അവൻ മീഡിയയോട് പറയാണ്, ഇതിനു മുമ്പ് കിട്ടിയ ബോഡികളൊന്നും ജീവനുള്ളതായിരുന്നില്ല, എന്നാൽ ഇത്തവണ കിട്ടിയ വ്യക്തിക്ക് ജീവനുണ്ട്. ഇയാൾ വഴി ആ കില്ലർ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇത് ടി വിയിൽ കാണുന്ന കില്ലർ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. അയ്യോ, അവൻ മരിച്ചിട്ടില്ലേ എന്ന് കരുതി അവനൊരു വാർഡ് ബോയുടെ വേഷം ധരിച്ച് അവിടേക്ക് വരുന്നു. ഹോസ്പിറ്റലിലുള്ളവനെ കൊല്ലാനാണ് അവൻ വരുന്നത്. അവൻ എന്തായാലും വരും, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് കരുതി ഹീറോ CCTV എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വരുന്നത്. കില്ലറാണ് സംസാരിക്കുന്നത്. നീ ചെയ്ത ഐഡിയ കണ്ട് ഒരു നിമിഷം ഞാൻ പോലും വിശ്വസിച്ചു പോയി. അവിടേക്ക് വരാമെന്ന് ഞാൻ കരുതിയതാണ്. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൻ മരിച്ചുപോയെന്നും നീ ഡ്രാമ കളിക്കുകയാണെന്നും. ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ താണ്ടി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നു. ആരാടാ നീ എന്ന് ഹീറോ ചോദിക്കുമ്പോഴേക്കും അവൻ കോള് കട്ട് ചെയ്യുന്നു. കോൾ എവിടെ നിന്ന് വന്നു എന്ന് ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല. മനുഷ്യന്റെ തല വെട്ടി മൃഗങ്ങളുടെ തല തുന്നിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വല്ല കേസും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഹീറോ അസിസ്റ്റന്റിനോട് പറയുന്നു. അന്വേഷിക്കുമ്പോൾ അസിസ്റ്റന്റ് സമാനമായ ഒരു കേസ് കണ്ടുപിടിക്കുകയാണ്. കൃത്യം ഇതുപോലെയല്ല, എങ്കിലും ചെറിയൊരു സാമ്യമുള്ള കേസ്. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ അവരൊരു ഗ്രാമത്തിലേക്ക് വരികയാണ്. അവിടെ നാടകത്തിന് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു വയസ്സായ ആളോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ആ പയ്യനെ എനിക്കറിയാം, ഇവിടെ വെച്ചാണ് കില്ലറെ നമ്മളെ കാണിക്കുന്നത്. കില്ലറുടെ പേര് ആനന്ദ്. വളരെ വ്യത്യസ്തമായി ചിരിക്കുന്ന രീതിയിലാണ് അവനെ കാണിക്കുന്നത്. അവന്റെ പേര് ആനന്ദ് എന്നാണ്. അവൻ ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും എന്ന് പറഞ്ഞ പുള്ളി ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. ആനന്ദിന്റെ അച്ഛനും അമ്മയും നാടക കലാകാരന്മാരായിരുന്നു. ശിവനായും പാർവതിയുമായാണ് അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് വൈഫിന് പ്രസവവേദന വരുന്നത്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ആനന്ദ് ജനിക്കുന്നത്. അച്ഛൻ വളരെ സന്തോഷത്തിലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു പയ്യൻ നാടകം കാണുന്നത് കണ്ടില്ലേ, അത് ഈ ആനന്ദായിരുന്നു. അവന് നാടകം കാണുന്നത് വളരെ ഇഷ്ടമാണ്. അതിൽ ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് കാണുമ്പോൾ അവന് വലിയ അത്ഭുതമായിരുന്നു. അതൊക്കെ അവൻ വളരെ താല്പര്യത്തോടെ കാണും. അച്ഛനോടും ഈ അപ്പൂപ്പനോടും അവൻ എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ഒരു ജോത്സ്യൻ അവനോട് പറയുന്നുണ്ട്, മോനെ, നിന്റെ കയ്യിൽ ഈ രേഖ ഇങ്ങനെ വരാതെ ദാ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നീ വലിയ ആളായനെ.
ഇത് കേട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അടുത്തുള്ള കത്തിയെടുത്ത് പുള്ളി പറഞ്ഞതുപോലെ സ്വന്തം കയ്യിൽ വരയുന്നു. എന്തിനാ മോനെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് പുള്ളി പേടിച്ചു പോവാണ്. അച്ഛനും അമ്മയും അവനെ വഴക്ക് പറയുന്നു. അവരിതിനെ പറ്റി ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പേഷ്യന്റ് ദൈവത്തെ പോലെ നിങ്ങൾ എന്നെ രക്ഷിച്ചു എന്ന് അവിടുത്തെ ഡോക്ടറോട് പറയുന്നത് അവൻ കേൾക്കുന്നു. എന്താ ഡോക്ടറെ ദൈവത്തോട് ഉപമിക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. അതെ, ജീവൻ രക്ഷിക്കുന്നതുകൊണ്ട് ഡോക്ടർമാരും ദൈവത്തെ പോലെ തന്നെയാണ് എന്ന് അച്ഛനമ്മമാര് പറയുന്നു. എങ്കിൽ ഞാനൊരു ഡോക്ടർ ആവും എന്നവൻ പറയാണ്. അങ്ങനെ അവൻ വലുതായി ഒരു ഡോക്ടർ ആവുന്നു. ഇനി പോലീസ് ഹോസ്പിറ്റലിലുള്ള ആ പ്രൊഫസറോട് അന്വേഷിക്കുമ്പോൾ പുള്ളി ഫ്ലാഷ് ബാക്ക് പറയുന്നു. പുള്ളി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആനന്ദ് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. എല്ലാ അവയവങ്ങളും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമല്ലോ, അതുപോലെ തല മാറ്റി വയ്ക്കാൻ കഴിയുമോ? ഈ ചോദ്യം കേട്ടതും ചുറ്റുമുള്ള കുട്ടികളെല്ലാം ചിരിക്കുന്നു. കാരണം അതൊന്നും പോസിബിൾ അല്ലല്ലോ. എന്നാൽ പ്രൊഫസർ പറയുന്നു ഒരിക്കലും കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് വർക്കാവുന്നതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് ചെയ്യാനും കഴിയും. മറ്റു അവയവങ്ങൾ മാറ്റിവെക്കാം എന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്നാൽ ഇപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇതും നടക്കാൻ സാധ്യതയുണ്ട്. ആരും ചിരിക്കരുത്. ക്ലാസ്സിനായി സാറ് കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ തലയ്ക്ക് താഴേക്ക് സ്വാധീനമില്ലാത്തൊരു പേഷ്യന്റ് ഉണ്ട്. ഇത്തരം പല പേഷ്യൻസിനെയും കാണുമ്പോൾ ആനന്ദ് വളരെ വിപരീതമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. ആനന്ദ് അവിടെ എന്ത് നോക്കി നിൽക്കാണ്, ഇങ്ങോട്ടേക്ക് വാ എന്ന് സാറ് വിളിക്കുന്നുണ്ട്. എന്നാൽ ആനന്ദ് അവിടെ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അവൻ പ്രിപ്പയർ ചെയ്യുന്നു. ദൈവങ്ങളുടെ കഥകളിൽ തല മാറ്റി വെക്കുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് തല മാറ്റി വെച്ചാൽ എന്താ എന്നവൻ ചിന്തിക്കുകയാണ്. ആരും അറിയാതെ അവൻ 2 പേരുടെ ബോഡി എടുക്കുകയാണ്. ഒരാൾക്ക് ശരീരം അനക്കാൻ കഴിയില്ല, മറ്റൊരാൾക്ക് തല പ്രവർത്തിക്കില്ല. ഇവരുടെ തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ എന്താകുമെന്ന് അവൻ ചിന്തിക്കുകയാണ്. അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത് ഒരു പയ്യൻ കാണുകയും അവൻ അതെല്ലാവരോടും പറയുകയും ചെയ്യുന്നു. എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഭ്രാന്തൻ 2 പേരുടെയും തലകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. പോലീസ് വന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറി അവനെ ലോക്ക് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്കൊരു സഹായമാണ് ചെയ്തത്, നല്ല കാര്യമാണ് ചെയ്തത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് അതൊന്നും കേൾക്കാതെ അവനെ വലിച്ചയച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു ഡോക്ടറെ വെച്ച് അവന് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടറോട് അവൻ എങ്ങനെയാണെന്ന് ജഡ്ജി ചോദിക്കുന്നു. ഡോക്ടർ ഒരു പേപ്പർ ജഡ്ജിക്ക് കൊടുത്തിട്ട് അവിടെ ഉള്ളവരോടായി ഒരു ചോദ്യം ചോദിക്കുന്നു. അമ്മയും 2 പെൺമക്കളുള്ള ഒരു കുടുംബം. അതിൽ അമ്മ പെട്ടെന്ന് മരിക്കുന്നു. 2 പെൺമക്കളും വല്ലാതെ വിഷമിക്കുന്നു. അപ്പോൾ ചേച്ചി ആ മരണ വീട്ടിൽ വന്ന ഒരു പയ്യനെ കാണാണ്. അവൾക്ക് അവനെ വളരെ ഇഷ്ടപ്പെടുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പയ്യനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു ദിവസം ചേച്ചി സ്വന്തം അനിയത്തിയെ കൊലപ്പെടുത്തുന്നു. എന്തിനായിരിക്കും ചേച്ചി അനിയത്തിയെ കൊന്നത്? ആർക്കും ഉത്തരം കിട്ടുന്നില്ല. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, ആനന്ദ് നിനക്ക് ഉത്തരം അറിയാമോ? ആനന്ദ് ഉത്തരം പറയുന്നു. അമ്മ മരിച്ച സമയത്താണല്ലോ ആ പയ്യൻ അവിടെ വന്നത്. അപ്പോൾ അനിയത്തിയെ കൊന്നാൽ ഒരു പക്ഷെ ആ പയ്യൻ വീണ്ടും ആ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവനെ കാണാമല്ലോ എന്ന് കരുതിയാകും ചേച്ചി അനിയത്തിയെ കൊന്നത്. ജഡ്ജിക്ക് ഡോക്ടർ നേരത്തെ കൊടുത്ത പേപ്പറിൽ ഈ ഉത്തരം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു സൈക്കോയ്ക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ഇവനൊരു സൈക്കോ ആണെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇവന്റെ മാനസിക നില വളരെ മോശമാണെന്ന് തെളിയുകയും അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവൻ ചെയ്ത തെറ്റിന് ജയിലിൽ അടയ്ക്കാനും കോടതി ഉത്തരവിടുന്നു. കുറെ വർഷം അവൻ ജയിലിൽ കിടക്കുകയാണ്. പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. എന്നാൽ ജയിലിൽ കിടന്ന സമയത്ത് അവൻ പഴയ പുരാണ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ചിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് എല്ലാവർക്കും ഉറപ്പാവുന്നു. അവൻ ആരെയാണ് കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അവനിലേക്ക് എത്താൻ കഴിയൂ എന്ന് പോലീസ് ചിന്തിക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അവസാനം മരിച്ച വ്യക്തിക്ക് ഏകദേശം 150 കിലോ ഭാരമുണ്ട്. ഇത് വെച്ചൊരു പ്ലാൻ ചെയ്യാം എന്നവൻ ചിന്തിക്കുന്നു. അവൻ പുറത്തു വന്ന് മീഡിയയോട് സംസാരിക്കുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ പലരും വളരെ ഒബീസാണ്. അവരുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഞങ്ങളൊരു ബോധവൽക്കരണ പ്രോഗ്രാം നടത്താൻ പോവാണ്. അതിലേക്ക് 150 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവർ വന്നാൽ അവർക്ക് നല്ലൊരു തുക പേയ്മെന്റ് ആയി നൽകും. ഇത് കേൾക്കുമ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, സാർ നാട്ടിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാർ എന്താ ഇതൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഇത് നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. കൊലപാതക അന്വേഷണം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിൽ താല്പര്യമുള്ളവർ പങ്കെടുക്കണം എന്നവൻ പറയുന്നു. എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നു. അവസാനം മരിച്ചവന് 150 കിലോ ഭാരമുണ്ട്. അവൻ ജീവനോടെ ഉണ്ട് എന്നാവും വീട്ടുകാർ കരുതുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവൻ ഇതിൽ പങ്കെടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലേ എന്ന് കരുതി വീട്ടുകാർ അവനെ വിളിക്കാൻ നോക്കും. റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ അവർ അന്വേഷിക്കും. അപ്പോൾ അവനെപ്പറ്റി നമുക്ക് വിവരം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഹീറോ പറയുന്നു. സീനിയർ ലേഡി ഇതറിഞ്ഞ് ഹീറോയെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഹീറോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് ഒരു ഫാമിലിയിൽ നിന്നും കോൾ വരുന്നു. ഞങ്ങളുടെ പയ്യനെ കോൾ ചെയ്യാൻ നോക്കിയിട്ട് കോള് പോകുന്നില്ല, അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നവർ പറയുന്നു. ഹീറോ അവർക്ക് ആ ബോഡി കാണിച്ചു കൊടുക്കുകയാണ്. കാലും ശരീരവും കണ്ടിട്ട് ഇത് ഞങ്ങളുടെ പയ്യൻ തന്നെയാണ് എന്ന് അവർ ഉറപ്പിക്കുന്നു. മരിച്ച പയ്യന്റെ പേര് ഗണേഷ് ആണെന്ന് വെക്കാം. അവന്റെ ആക്ടിവിറ്റീസ് എല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നു. അവൻ രാത്രി വരെ ക്യാമറയിലുണ്ട്. രാത്രി അവൻ ഒരു ടാക്സി കയറി പോകുന്നുണ്ട്. അതിനുശേഷം അവനെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കാലത്ത് വീട്ടിലെത്തേണ്ടവൻ എത്തിയിട്ടില്ല. അപ്പോൾ ആ ടാക്സിക്കാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം എന്നവർ സംശയിക്കുന്നു.
ടാക്സിയുടെ നമ്പർ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഉടനെ പോയി അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ടാക്സി ഡ്രൈവറെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ സ്ഥിരമായി ടാക്സി ഓടിക്കാറില്ല എന്ന് മനസ്സിലാവുന്നു. എപ്പോഴെങ്കിലും 1-2 റൈഡ് മാത്രമേ അവൻ എടുക്കാറുള്ളൂ. അപ്പോൾ അവൻ തന്നെയാണ് ഇവനെ കിഡ്നാപ്പ് ചെയ്തതെന്ന് അവർക്ക് കൺഫേം ആവുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ ടാക്സിയിൽ ഞങ്ങൾ വിചാരിക്കുന്ന ഒരാളെ കയറ്റണം എന്ന് ഹീറോ പ്ലാൻ ചെയ്യാണ്. ഡ്യൂട്ടിയിലുള്ള എല്ലാ ട്രാഫിക് ഇൻസ്പെക്ടർമാരോടും ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ ടാക്സിയിൽ നമ്മൾ വിചാരിക്കുന്ന ഒരാളെ കയറ്റണം എന്ന് ഹീറോ പ്ലാൻ ചെയ്യുന്നു. ഡ്യൂട്ടിയിലുള്ള എല്ലാ ട്രാഫിക് ഇൻസ്പെക്ടർമാരോടും വാക്കി ടോക്കി വഴി ഹീറോ സംസാരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ക്യാബ് ആപ്പ് ഓപ്പൺ ചെയ്ത് റൈഡ് ബുക്ക് ചെയ്യണം. ആ ടാക്സി നമ്പർ ആർക്കാണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരും ബുക്ക് ചെയ്യുകയും ആ ഡ്രൈവർ അല്ല വരുന്നതെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആ കാർ നമ്പർ തന്നെ കിട്ടുകയാണ്. നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നവൻ തന്നെയാണ് കില്ലർ. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിൽ ഒളി ക്യാമറകൾ വെക്കാൻ ആളുകൾ വരും. അതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ അവന്റെ കാറിൽ കയറണം എന്ന് ഹീറോ പറയുന്നു. അവൻ കാറിൽ കയറുന്നു. ആ കാറിലുള്ളത് ആനന്ദ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കുറച്ചു ദൂരത്തിൽ പോലീസും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുക വരുന്നത് പോലെ അവൻ സെറ്റ് ചെയ്യുന്നു. അതുവഴി പിന്നിലിരിക്കുന്ന പോലീസുകാരൻ ബോധം കെട്ട് വീഴുന്നു. ഇതോടെ പോലീസുകാർ അവനെ പിടിക്കാൻ വേഗത്തിൽ വരികയാണ്. ഒരു വഴിയിലൂടെ അവൻ പോകുമ്പോൾ പോലീസ് ആ വഴി ബ്ലോക്ക് ചെയ്ത് അവനെ വളയുന്നു. ഉള്ളിൽ ബോധം കെട്ട് കിടക്കുന്ന പോലീസുകാരനെ അവർ രക്ഷിക്കുന്നു. അത്രയുള്ളൂ, നിന്റെ കഥ കഴിഞ്ഞു, പുറത്തു വാ എന്ന് ഹീറോ പറയാണ്. അവൻ എന്തൊക്കെയോ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നു. അവന്റെ കയ്യിൽ ഒരു ഗൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗൺ വെച്ച് ഹീറോയെ ഷൂട്ട് ചെയ്യുമെന്ന് കരുതിയെങ്കിലും അവൻ സ്വയം വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ബ്രിഡ്ജ് ആയിരുന്നത് കൊണ്ട് വെടിവെച്ച ഉടനെ അവൻ താഴേക്ക് വീഴുന്നു. അവൻ സ്വയം ചത്തോ എന്ന് പോലീസ് ചിന്തിക്കുന്നു. ബോഡി കണ്ടുപിടിക്കാൻ ഹീറോ പറയുന്നുണ്ട്. സീനിയറോട് അവന്റെ കഥ കഴിഞ്ഞു മാഡം എന്ന് ഹീറോ പറയുന്നു. ആ സ്ഥലത്ത് നിന്ന് അവർക്കൊരു ബോഡി കിട്ടുകയാണ്. കാറിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും ഈ ബോഡിയിലെ ഫിംഗർ പ്രിന്റും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. കാരണം ബോഡിയുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും ഒന്നാണെന്ന് മനസ്സിലാവുന്നു. അവൻ മരിച്ചുപോയി എന്ന് ഹീറോ എല്ലാവരോടും പറയുന്നു. സീനിയർ ലേഡി ഹീറോയെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ആനന്ദ് വളരെ ബുദ്ധിപരമായി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ കയ്യിൽ ഒരു ഗ്ലൗസ് പോലെ ഒരെണ്ണം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു ഫിംഗർ പ്രിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കിട്ടിയ ബോഡി വേറൊരാളുടേതായിരുന്നു. അയാളുടെ ഫിംഗർ പ്രിന്റ് ഉള്ള ഗ്ലൗസ് ധരിച്ചിട്ടാണ് അവൻ കാറിലും ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചത്. അവൻ ജീവനോടെ തന്നെയുണ്ട്, മരിച്ചതുപോലെ അഭിനയിച്ചതാണ്. ഹീറോ സംസാരിക്കുന്നതൊക്കെ അവൻ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഹീറോയുടെ പ്ലാൻ അവൻ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവൻ വേറൊരു പ്ലാൻ ചെയ്യുകയുമായിരുന്നു. താൻ മരിച്ചു എന്ന് ഹീറോയെ വിശ്വസിപ്പിക്കാനാണ് അവൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത്. ടിവിയിൽ അവൻ മരിച്ചു എന്ന വാർത്ത കേട്ട് അവൻ സന്തോഷിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ വൈഫ് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. എന്താ ഇതുവരെ വരാത്തത് എന്ന് കരുതി അവൻ നോക്കുമ്പോൾ അവിടെ വീട്ടിലിരിക്കുന്ന വൈഫിന്റെ ഫോട്ടോയിൽ ഒരു കാളക്കൂറ്റിന്റെ മുഖം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ഇത് കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. ആനന്ദ് വൈഫിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ ഡൗട്ട് ആവുന്നുണ്ട്, ചിലപ്പോൾ ആനന്ദ് ജീവനോട് ഉണ്ടായിരിക്കുമോ എന്ന്. ആനന്ദ് ഡോക്ടർ ആയിരുന്നപ്പോൾ അറസ്റ്റിലായ സമയത്ത് എടുത്ത ഫിംഗർ പ്രിന്റും ഇപ്പോൾ കിട്ടിയ ബോഡിയുടെ ഫിംഗർ പ്രിന്റും മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവൻ പറയുന്നു. മാച്ച് ആവുന്നില്ല സർ എന്ന് അസിസ്റ്റന്റ് പറയാണ്. അവൻ നമ്മളെ പറ്റിച്ചതാണ്. അവൻ എന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തു. ഉടനെ അവളുടെ നമ്പർ ട്രേസ് ചെയ്യുക എന്ന് ഹീറോ പറയാണ്. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ വൈഫിനെയാണ് കാണിക്കുന്നത്. തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും തല വെട്ടാൻ പോവുകയാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്താണ് നീ ചെയ്യുന്നത്, എന്നെ വിട് എന്ന് അവൾ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല എന്ന് അവൻ പറയുന്നു. എങ്കിൽ അവസാനമായി എന്റെ ഹസ്ബൻഡിനോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് അവൾ പറയുന്നു. അവൻ ഒരു സാറ്റലൈറ്റ് ഫോൺ അവൾക്ക് കൊടുക്കുന്നു. ട്രേസ് ചെയ്യാതിരിക്കാനാണ് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കുന്നത്. അവൾ ഹീറോയോട് വളരെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. അവൾ പ്രപ്പോസ് ചെയ്തപ്പോൾ ഉണ്ടായ നാണക്കേടിനെ കുറിച്ചും എന്നാൽ ഇപ്പോൾ അവനെ ഒരുപാട് ഇഷ്ടമാണെന്നും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ഒരു സത്യം റിവീൽ ചെയ്യുന്നത്. അന്ന് നോ പറഞ്ഞെങ്കിലും പിന്നീട് അവൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നും ഈ കല്യാണം മുടങ്ങിയതിന് പിന്നിൽ താനും ഒരു കാരണമാണെന്നും അവൻ പറയുന്നു. ആ പയ്യന്റെ പഴയ കാമുകിയുമായി അവനെ വീണ്ടും ചേർത്ത് വെച്ചത് ഹീറോ തന്നെയാണ്. അങ്ങനെ പ്ലാൻ ചെയ്താണ് അവൻ അവളെ കല്യാണം കഴിച്ചതെന്നും അത്രയ്ക്ക് അവളെ ഇഷ്ടമാണെന്നും അവൻ സെന്റിമെന്റലായി പറയുന്നു. സംസാരിച്ചത് മതി എന്ന് പറഞ്ഞ ഫോൺ ആനന്ദ് പിടിച്ചു വാങ്ങുന്നു. ആ നമ്പർ ട്രേസ് ചെയ്യാൻ കഴിയുമോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും സാറ്റലൈറ്റ് ഫോൺ ആയതുകൊണ്ട് അതിന് കഴിയുന്നില്ല. വൈഫിന്റെ ഫോൺ അവസാനം സ്വിച്ച് ഓഫ് ആയ സ്ഥലം അവർ കണ്ടുപിടിക്കുന്നു. അവിടെ അധികം വീടുകളില്ല. ഹീറോ ആ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെയുള്ള കാലിയായ വീടുകൾ അവൻ തിരഞ്ഞു നോക്കാണ്. ഒരു വീട്ടിൽ അവന് ഡൗട്ട് തോന്നുകയാണ്. അവിടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേസിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുന്നു. അവിടെ ആനന്ദ് വളരെ ബിസിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഗൺ ചൂണ്ടി അവനെ ലോക്ക് ചെയ്യുന്നു. എന്നാൽ അവൻ പെട്ടെന്നൊരു കത്തിയെടുത്ത് എന്നെ ഷൂട്ട് ചെയ്താൽ ഞാൻ ഇവളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഹീറോ ഗൺ താഴെ വെക്കുകയാണ്. അതെടുക്കാൻ അവൻ വരുമ്പോൾ ഹീറോ അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ അടികൂടുകയാണ്. ആദ്യം ഹീറോയ്ക്ക് അടി കിട്ടിയെങ്കിലും പിന്നീട് ഹീറോ അവനെ ഭയങ്കരമായി ഇടിക്കുന്നു. ഇടയ്ക്ക് വെച്ച് അവന്റെ ഗൺ ഹീറോയുടെ കയ്യിൽ കിട്ടുന്നു. അത് വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ബുള്ളറ്റ് വരുന്നില്ല. ഇത് വെച്ചാണ് ഞാൻ നിന്നെ മുമ്പ് പറ്റിച്ചത് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അടിക്കാൻ വരുന്നു. വീണ്ടും ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. അവസാനം ഹീറോ അവനെ മുഖത്തടിച്ച് കൊലപ്പെടുത്തുന്നു. വൈഫിനെ എന്ത് ചെയ്തു എന്നറിയാതെ അവൻ വൈഫിനെ തട്ടി ഉണർത്തുന്നു. അവൾ കണ്ണു തുറക്കാണ്. രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും. ഇതോടെ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.